ലഹരിക്കെതിരായ പോരാട്ടത്തിന് പണം വകയിരുത്തി കൊച്ചി കോർപ്പറേഷൻ ബജറ്റ്. വിവിധ പദ്ധതികൾക്കായി 50 ലക്ഷം രൂപ ബജറ്റിൽ വകയിരുത്തി. നഗരത്തിൽ ജാഗ്രതാ സമിതികളും ഒബ്സർവേഷൻ സെന്ററുകളും ആരംഭിക്കും. കൊച്ചി കോർപ്പറേഷൻ കൌൺസിലിന്റെ 5ാമത്തെയും അവസാനത്തെയും ബജറ്റിലാണ് ലഹരിക്കെതിരെ ശക്തമായ പ്രതിരോധ നടപടികൾ സ്വീകരിക്കാൻ തീരുമാനമായത്. നഗരത്തിലെ 74 ഡിവിഷനുകളിലെ വീടുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ജാഗ്രതാ സമിതികളും ഒബ്സർവേഷൻ സെന്ററുകളും ആരംഭിക്കും. ഇതിനായി ബജറ്റിൽ 50 ലക്ഷം രൂപയും വകയിരുത്തി. 74 ഡിവിഷനുകളിലും ജാഗ്രതാ സമിതികളും ഒബ്സർവേഷൻ പോയിന്റുകളും കൌൺസിലിംഗ് സെന്ററുകളും ആരംഭിക്കും. നിരന്തരം ബോധവൽക്കരണ ക്ലാസുകളും ക്യാമ്പയിനുകളും സംഘടിപ്പിക്കും. വിദ്യാലയങ്ങളും റെസിഡൻസ് അസോസിയേഷനുകളും കേന്ദ്രീകരിച്ച് ജാഗ്രതാ സമിതികൾ ഉണ്ടാക്കും. ഈ സാമ്പത്തിക വർഷം 50 ലക്ഷം രൂപ ചെലവഴിക്കും. സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് സഹായകരമായ ഒട്ടേറെ കാര്യങ്ങൾ ഈ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എല്ലാ വിഭാഗം തൊഴിലാളികൾക്കും ആദ്യഘട്ടത്തിൽ നമ്മൾ അവർക്ക് ഒരു മെഡിക്കൽ ക്യാമ്പും അവർക്ക് ഒരു ഹെൽത്ത് കാർഡും കൊടുത്തുകൊണ്ട് പതുക്കെ നമ്മുടെ നഗരത്തിലെ എല്ലാവർക്കും ഒരു ഹെൽത്ത് കാർഡ് കൊടുക്കണമെന്നുള്ളത്. അതിദരിദ്രരില്ലാത്ത കൊച്ചിക്കായി 10 കോടിയും ഭവനരഹിത പദ്ധതിക്കായി 20 കോടിയും വകയിരുത്തി. നഗരത്തിലെ തെരുവുകളിൽ അന്തി ഉറങ്ങുന്നവർക്ക് താമസ സൗകര്യം ഉറപ്പാക്കുന്ന നൈറ്റ് ഷെൽട്ടർ പദ്ധതിക്കായി 1 കോടിയും ചിലവഴിക്കും. ഇതുകൂടാതെ സാധാരണക്കാരുടെ ജീവിത സുരക്ഷയ്ക്ക് മുൻഗണന നൽകിക്കൊണ്ടുള്ള വിവിധ പദ്ധതികളും ബജറ്റിൽ പ്രഖ്യാപിച്ചു. കൈരളി ന്യൂസ്, കൊച്ചി.